ഹായ് ഹലോ. അന്ന് നമ്മൾ പോത്തീസിൽ നിന്ന് വാങ്ങിച്ച മെറ്റീരിയലിന്റെ കൂടെ ഒരു മെറ്റീരിയലും കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബാക്കി ഇരിപ്പുണ്ട്. മടിയാണ് സാറേ മെയിൻ. ഞാനത് നേരത്തെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇരുന്നിരുന്നത് പോത്തു പോകുന്നതിനെക്കാട്ടി മുന്നേ തയ്ച്ചു കളയാം. ഈ അടുത്ത കാലത്തായിട്ട് ചെയ്തതെല്ലാം 6 പാനലും 12 പാനലും ഒക്കെ ആയതുകൊണ്ട് ഇതൊരു നോർമൽ സ്ലിറ്റഡ് കുർത്തിയായിട്ടാണ് ചെയ്യുന്നത്. ഈ ട്രഡീഷണൽ പ്രിന്റ്സിനോട് എനിക്ക് കുറച്ച് ഇഷ്ടം കൂടുതലാണ്. മെറ്റീരിയലിന്റെ കാര്യം പറയാനാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽ ആണ്. റണ്ണിങ് മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് വാങ്ങാൻ പറ്റും. സാരീസ് ആയിട്ടും യൂസ് ചെയ്യും. പെർ മീറ്ററിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സെയിം കളർ കോംബോയിൽ ഒരു കുർത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ സ്റ്റിച്ചിങ് വീഡിയോ ഇട്ട് ഞാൻ വേർപ്പിക്കുന്നില്ല. ഇനി ഇതിന്റെ ഫൈനൽ ലുക്ക് കാണണ്ടേ? എങ്ങനെയുണ്ട്? ഈ ബോർഡർ ഫുള്ള് കിട്ടാനായിട്ട് ഹൈനെക്കാണ് ചൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഫുൾ സ്ലീവും ഒരുപാട് ടൈറ്റ് ആക്കാതെ അത്യാവശ്യം ലൂസ് ഇട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ഈ ബോർഡറിനോടുള്ള പെരുത്ത ഇഷ്ടം കൊണ്ട് ഇതിന്റെ ചെറിയ കട്ടിംഗ് പീസുകൾ പോലും ഞാൻ കളയാതെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ഏതെങ്കിലും പ്ലെയിൻ ടോപ്പിന്റെ യോക്ക് പോർഷനിലെങ്കിലും വെച്ച് പിടിപ്പിക്കും. പിന്നെ ഈ മെറ്റീരിയൽ വന്നിട്ട് ഇപ്പൊ നല്ല ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന നാരായൺപേട്ട് എന്ന് പറയുന്ന മെറ്റീരിയൽ. ഞാൻ നിങ്ങളോടായിട്ടൊരു അഭിപ്രായം ചോദിക്കാം. ഈ ടോപ്പിന്റെ 2 സൈഡിലും ഈ ബോർഡർ വെച്ച് ഇങ്ങനെ പോക്കറ്റ് പോലെ ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഞാൻ ഭാവിയോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ നല്ല ബോറായിട്ടുണ്ട്. പക്ഷെ എനിക്ക് വൃത്തിയോടൊന്നും തോന്നില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു ഇൻഡോ വെസ്റ്റേൺ ടച്ച് എനിക്ക് പലർക്കും പല ടേസ്റ്റ് അല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയാം. സത്യം പറഞ്ഞാൽ എനിക്ക് കുഞ്ഞു പീസ് പോലും കളയാൻ തോന്നില്ല. അതാ. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.